ലോകമെമ്പാടുമുള്ള ദശലക്ഷക്കണക്കിന് ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമമിട്ട് കൊറിയൻ പോപ്പ് വിസ്മയം BTS ആഗോള വേദിയിലേക്ക് തിരിച്ചെത്തുന്നു. സൈനിക സേവനത്തിനായി അംഗങ്ങൾ പിരിഞ്ഞുപോയതിനു ശേഷമുള്ള ഈ ഒന്നിക്കൽ സംഗീത ചരിത്രത്തിലെ ഏറ്റവും വലിയ സാമ്പത്തിക കുതിച്ചുചാട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. K-pop ആരാധകരുടെ കാത്തിരിപ്പിന് വിരാമം. നിർബന്ധിത സൈനിക സേവനകാലം പൂർത്തിയാക്കി BTS താരങ്ങൾ എത്തിയതോടെ അവരുടെ ഏറ്റവും പുതിയ ആൽബത്തിനായുള്ള കാത്തിരിപ്പിലായിരുന്നു ആരാധകർ. നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് പുതിയ ആൽബത്തിന്റെ റിലീസ് ഉണ്ടായിരിക്കുന്നത്. അരരംഗ് എന്ന പുതിയ ആൽബവുമായാണ് BTS സംഗീത ലോകത്തിലേക്ക് മടങ്ങിയെത്തിയത്. 14 ട്രാക്കുകളാണ് ഈ ആൽബത്തിലുള്ളത്. സിം എന്ന ഗാനത്തിന്റെ മ്യൂസിക്കൽ വീഡിയോയും BTS പുറത്തിറക്കി. യൂട്യൂബിന്റെ റെക്കോർഡുകളൊക്കെ തകർത്തുകൊണ്ടാണ് ഗാനം മുന്നേറുന്നത്. 2022 ജൂണിൽ പുറത്തിറങ്ങിയ പ്രൂഫ് എന്ന ആന്തോളജി ആൽബത്തിനു ശേഷം 3 വർഷവും 9 മാസവും കഴിഞ്ഞുള്ള ബാൻഡിന്റെ പൂർണ്ണമായും 7 അംഗങ്ങളുടെ നിരയിലെ ആദ്യ ആൽബമാണ് പുറത്തിറങ്ങിയത്. സൈനിക സേവനം കഴിഞ്ഞ ടീം അംഗങ്ങൾ ഒറ്റയ്ക്കുള്ള ആൽബമാണ് പുറത്തുവിട്ടത്. കൊറിയയുടെ നിർബന്ധിത സൈനിക സേവനം നിറവേറ്റാനായിരുന്നു BTS ഇടവേള എടുത്തത്. 7 പേരും ഇപ്പോൾ സേവനം പൂർത്തിയാക്കി. ജങ്കൂക്ക്, ജിമിൻ, സുഗ, ജിൻ, ജെഹോപ്പ്, RM എന്നിങ്ങനെ 7 അംഗങ്ങളുള്ള BTS ബാൻഡ് ഗ്രൂപ്പ് ലോകത്തിലെ തന്നെ ഏറ്റവും ആരാധകരുള്ള ഒരു ബാൻഡാണ്. ഇത് മാത്രമല്ല, ടീം ഇന്ത്യ അടക്കമുള്ള രാജ്യങ്ങളിൽ വേൾഡ് ടൂറിനായി എത്തുമെന്നും റിപ്പോർട്ടുണ്ട്. എന്നാൽ ഇതെന്നാകുമെന്ന് ടീം വ്യക്തമാക്കിയിട്ടില്ല. ഡാർക്ക് ആൻഡ് വൈൽഡ്, ദി മോസ്റ്റ് ബ്യൂട്ടിഫുൾ മൊമെന്റ് ഇൻ ലൈഫ് പാർട്ട് 2, യങ് ഫോർ എവർ എന്നിവ വൻ ഹിറ്റായിരുന്നു. ഇതിന് പിന്നാലെ വന്ന ബട്ട്, ഡൈനാമൈറ്റ് എന്നീ ആൽബങ്ങൾ സൂപ്പർ ഹിറ്റായി മാറിയിരുന്നു. എന്റർടൈൻമെന്റ് ഡെസ്ക്, സിമലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.